നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ജിദ്ദയിൽ. ഇന്ത്യ സൗദി ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഒപ്പുവയ്ക്കും. അബുദാബിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഊഷ്മള സ്വീകരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ വാദം പൊളിയുന്നു. ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമായില്ല എന്ന സൂപ്രണ്ടിന്റെ വാദം തെറ്റെന്ന് രേഖകൾ. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം പുറത്ത്. എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും ഈ വോയിസ് നാളെ ലോകം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ഹോസ്പിറ്റലും അതിന്റെ അധികൃതരാണെന്ന് ഞാൻ വ്യക്തമാക്കിക്കൊള്ളുന്നു. ശബരിമലയിൽ നിന്ന് മാരീജന്മാരെ അകറ്റി നിർത്തി പ്രൊഫഷണൽ സംവിധാനം കൊണ്ടുവരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് കെ ജയകുമാർ. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും മുൻ ചീഫ് സെക്രട്ടറി അമൃത ടിവിയുടെ വാക്ക് മറുവാക്കി. IAS ഉദ്യോഗസ്ഥരുടെ നിയമനം പുതിയ കാര്യമല്ലെന്ന് മന്ത്രി VN വാസവൻ. बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है. കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു. വന്ദേ ഭാരത് സർവീസ് നടത്തുക എറണാകുളം ബംഗളൂരു റൂട്ടിൽ. സർവീസ് ആരംഭിക്കുക 2 ആഴ്ചയ്ക്ക് ശേഷം. ആദ്യ യാത്രയിൽ ട്രെയിനിൽ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ചത് വിവാദമായതോടെ സമൂഹ മാധ്യമ പോസ്റ്റ് നീക്കം ചെയ്ത റെയിൽവേ. ഗാനം ആലപിച്ചത് പ്രതിഷേധാർഹവും ജനാധിപത്യ വിരുദ്ധവുമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. കെകേലി സമാധാന പുരസ്കാരം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക്. ഫ്രാൻസിലെ ഷാട്രയിൽ വച്ച് അമ്മയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഷാട്രയിൽ അമ്മയ്ക്ക് ഊഷ്മള സ്വീകരണം. Elisua Beata Virgine Maria in seculo Elisua Wakail. മദർ എലീഷ്വ ഇനി വാഴ്ത്തപ്പെട്ടവൾ. പ്രഖ്യാപനം നടത്തിയത് മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ്. ചടങ്ങുകൾ നടന്നത് എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ. മദർ എലീഷ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത് മരിച്ച് 112 വർഷങ്ങൾക്ക് ശേഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തറയിൽ കിടത്തിയുള്ള ചികിത്സ പ്രാകൃതമെന്നും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല എന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അതിനിടെ മരണപ്പെട്ട വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നു എന്ന രക്തപരിശോധന റിപ്പോർട്ടും പുറത്തുവന്നു. സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യമന്ത്രിക്ക് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. കൊല്ലം പന്മന സ്വദേശി വേണുവിനെ തറയിൽ കിടത്തി ചികിത്സിച്ചു എന്ന സംഭവത്തിലാണ് രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത്. വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. എങ്ങനെ ആധുനിക സംസ്കാരത്തിൽ തറയിൽ കിടത്തി ചികിത്സ നൽകാനാകും? പ്രാകൃതമായ നിലവാരമാണതെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷറി കെയർ സെൻ്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. അതിനിടെ മരിച്ച വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്ന ആശുപത്രി അധികൃതരുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖ പുറത്തുവന്നു. വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നു. ക്രിയാറ്റിൻ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമാകുമായിരുന്നില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ നവംബർ 2-3 തീയതികളിൽ നടത്തിയ രക്തപരിശോധനയിൽ ക്രിയാറ്റിൻ ലെവൽ അപകടകരമായ നിലയിലല്ല. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വേണുവിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തിങ്കളാഴ്ച ആരോഗ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശം പുറത്ത്. വേണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബന്ധുവിന് അയച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം വിദഗ്ധ ചികിത്സകൾ വൈകുന്നതിനെ കുറിച്ച് ആശുപത്രി ജീവനക്കാർ നൽകുന്ന മറുപടികളും പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം പറഞ്ഞ് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഉടനടി തന്നെ ആൻജിയോഗ്രാം ചെയ്ത് കറക്റ്റ് ബ്ലോക്ക് മാറ്റാൻ. ഇത് 5ാമത്തെ ദിവസമായെന്ന് പറഞ്ഞു ചേട്ടാ. എവരൊക്കെ എന്ത് ഈ കുഞ്ഞു കളിക്കുന്നത്? എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വോയിസ് നാളെ ലോകം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. തന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ടാണ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വേണു ബന്ധുവിന് ഈ ഓഡിയോ സന്ദേശം അയച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേദന സഹിക്കവയ്യാത്ത അവസ്ഥയിലും വേണു ചോദിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തനെയും വെറുതെ വിടുക. അവനൊക്കെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവനൊക്കെ തക്ക ശിക്ഷാവിധി തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വളരെ വിഷമത്തോട് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുകയാണ് എൻ്റെ ഈ ആൻജിയോഗ്രാം മാറ്റി വെക്കുന്നതായിട്ടുള്ള രീതി മനസ്സിലായത്. ആശ്രയം തേടി വരുന്ന സാധാരണക്കാരോട് ഇങ്ങനെ മര്യാദകേട് കാണിക്കാമോ എന്നും അത്രയും സങ്കടം വന്നിട്ടാണ് സന്ദേശം അയക്കുന്നതെന്നും വേണു പറയുന്നുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി 5 ദിവസമായിട്ടും ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള മറുപടിയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർമാർ തിരക്കിലാണെന്നും പുതിയ ലിസ്റ്റ് വന്നാൽ മാത്രമേ കൂടുതൽ ചികിത്സ നടത്താൻ കഴിയൂ എന്നുമാണ് അതിൽ ആശുപത്രിയിൽ നിന്നും പറയുന്നത്. ഇതുവരെയ്ക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ലിസ്റ്റ് കിട്ടിയാലേ പേരുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ആണെങ്കിൽ ഡോക്ടേഴ്സെല്ലാം ഇപ്പോൾ വേറെ പ്രൊസീജിയേഴ്സിലാണ്. അപ്പോൾ ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ലിസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നാലേ ബാക്കി ഇനി അതിന്റെ കാരണം അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. മതിയായ ചികിത്സ ലഭ്യമാക്കി എന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വാദങ്ങളാണ് ഇതോടെ പൊളിയുന്നത്. ഈ ഓഡിയോ സന്ദേശങ്ങളെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുത്തിയ വീഴ്ചകളാണ് വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമലയിൽ നിന്ന് മാരീജന്മാരെ അകറ്റി നിർത്തുമെന്നും ഒരു പ്രൊഫഷണൽ സംവിധാനം കൊണ്ടുവരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയുക്ത പ്രസിഡന്റ് കെ ജയകുമാർ. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ഏറ്റവും സാധാരണക്കാരനായ ഭക്തന് തൊഴുതു മടങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ആദ്യം ചെയ്യുക. ഗുരുതരമായ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുന്ന സംവിധാനം ശബരിമലയിൽ ഉണ്ടാകണം. ഈ തീർത്ഥാടനം ഭംഗിയായി നടത്താനാണ് പ്രഥമ പരിഗണനയെന്നും കെ ജയകുമാർ അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പറഞ്ഞു. സർക്കാരും ദേവസ്വം ബോർഡും കടുത്ത പ്രതിരോധത്തിലായ വേളയിൽ വിവാദങ്ങളും വിമർശനങ്ങളും ഒരു പരിധിവരെ അവസാനിപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരുന്നത്. സ്പെഷ്യൽ കമ്മീഷണറായും ഹൈപ്പവർ കമ്മിറ്റി ചെയർമാനായും ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള കെ ജയകുമാറിന് പുതിയ ചുമതലയിൽ തെല്ലും ആശങ്കയില്ല. തികച്ചും സാധാരണക്കാരനായ ഭക്തന് യാതൊരു തടസ്സവുമില്ലാതെ ദർശനം നടത്തി മടങ്ങിപ്പോകാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ട കർത്തവ്യമെന്ന് നിയുക്ത പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നു. സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ആവശ്യമായ സംവിധാനങ്ങളിലൂടെ ഒരു പ്രൊഫഷണലിസം ശബരിമലയിൽ നടപ്പാക്കാനായാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാകുമെന്ന് കെ ജയകുമാർ പറയുന്നു. നമ്മളെല്ലാം ഇതിനകത്ത് വരാൻ പോകുന്ന എല്ലാ അബറേഷനെ പറ്റിയും മിസ്യൂസിനെ പറ്റിയും നമ്മൾ ബോധവാനാവണം. അങ്ങനെയല്ല, യു ഓൾവേസ് പ്ലാൻ ഫോർ ദ മിസ്യൂസ്. ഏറ്റവും സമർത്ഥനായ കള്ളന് വേണ്ടിയിട്ടാണ് ഒരു സെക്യൂരിറ്റി സിസ്റ്റം വർക്ക് ചെയ്യേണ്ടതല്ലേ, ചെറിയ ചൊറിക്കള്ളന് വേണ്ടിയിട്ടല്ല. അവന് ഏറ്റവും സമർത്ഥനായിട്ടുള്ള മോസ്റ്റ് ബ്രില്യൻ തീഫ്, അവനെ പിടിക്കാൻ എൻ്റെ സിസ്റ്റം കൊള്ളാമെങ്കിൽ മൈ സിസ്റ്റം ഈസ് ഗുഡ് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാകുമെങ്കിൽ ഇറ്റ് ബിക്കം വെരി പ്രൊഫഷണൽ. എല്ലാ മാരീജന്മാരെയും ശബരിമലയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തും. ഇടനിലക്കാരെയും അവതാരങ്ങളെയും ഇല്ലാതാക്കുക വെല്ലുവിളിയല്ല എന്നും മുൻ ചീഫ് സെക്രട്ടറി ഉറപ്പിച്ചു പറയുന്നു. നമ്മളെ ശ്രദ്ധ തിരിക്കുന്ന മാരീജന്മാരൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. മാരീജനാണല്ലോ, ഓരോ മാരീജന്മാർ വരും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. അത്തരത്തിലുള്ള മാരീജ പ്രവൃത്തികളൊന്നും എൻ്റെ അടുത്ത് സാധാരണ വരാറില്ല. വരുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഈ മണ്ഡലകാല തീർത്ഥാടനം കുറ്റമറ്റതാക്കി നടത്താനാണ് ആദ്യ പരിഗണനയെന്നും ദേവസ്വം ബോർഡിന്റെ നിയുക്ത പ്രസിഡന്റ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ കൂടിയാലോചന നടത്തിയ ശേഷമാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നതിൽ അന്തിമ തീരുമാനമായത്. വിശ്വാസികളുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കണമെന്നും തിങ്കളാഴ്ച ഉത്തരവ് പ്രതീക്ഷിക്കുന്നുവെന്നും കെ ജയകുമാർ പ്രതികരിച്ചു.
ജയകുമാർ ഉൾപ്പെടെ 5 പേരുടെ പട്ടികയാണ് പരിഗണിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയത്. പട്ടികയിൽ നിന്ന് ആരെ നിശ്ചയിക്കണമെന്ന് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മന്ത്രി വാസവന് തീരുമാനിക്കാമെന്നായിരുന്നു പാർട്ടി നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് K. ജയകുമാറിനെ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി VN വാസവനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും ഇക്കാര്യം അദ്ദേഹം പറഞ്ഞുവെന്നും തിങ്കളാഴ്ചയോടെ ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങുമെന്നുമാണ് പ്രതീക്ഷയെന്നും ജയകുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുമ്പോൾ പ്രഥമ പരിഗണന ശബരിമല തീർത്ഥാടനത്തിനായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. ഈ സീസൺ നന്നായിട്ട് നടത്താൻ, അതല്ലെങ്കിൽ പിൽഗ്രിമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. K. ജയകുമാർ നേരത്തെയും ശബരിമലയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 2 തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും അംഗം A. അജികുമാറിന്റെയും കാലാവധി ഈ മാസം 12 വരെയാണ്. 16-ന് ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ കാലാവധി 2026 ജൂൺ വരെ നീട്ടാനായിരുന്നു നീക്കം. എന്നാൽ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ പരാമർശങ്ങളുണ്ടായതോടെയാണ് കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്കും ഹൈക്കോടതി വിരൽ ചൂണ്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ കാലാവധി നീട്ടി നൽകിയാൽ അത് തിരിച്ചടിയാകും എന്ന നിഗമനത്തിലാണ് സർക്കാരിന്റെ ഈ നീക്കം. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ K. ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുന്നതിലൂടെ നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് സർക്കാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കളവുപോയ സംഭവത്തിൽ ജീവനക്കാരുടെ നുണപരിശോധന നടത്താൻ ഉത്തരവിട്ട് കോടതി. 6 ജീവനക്കാരുടെ നുണപരിശോധന നടത്താനാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. കേരളത്തിന് അനുവദിച്ച 3ാം വന്ദേ ഭാരത് ട്രെയിൻ അടക്കം 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ റൂട്ടിലാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, മന്ത്രിമാരായ P. രാജീവ്, V. അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു. एर्नाकुलम, बेंगलुरु, फिरोजपुर से दिल्ली और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ शुभारंभ किया गया है. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് സഫലമായത്. ഇനി കൊച്ചിയിൽ നിന്നും 9 മണിക്കൂർ കൊണ്ട് 608 കിലോമീറ്റർ പിന്നിട്ട് ബാംഗ്ലൂരിലെത്താം. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ആദ്യ വന്ദേ ഭാരത് ട്രെയിനാണ് ഇന്ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഓൺലൈനായിരുന്നു ഫ്ളാഗ് ഓഫ്. വന്ദേ ഭാരത് ട്രെയിൻ വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ പറഞ്ഞു. കുറച്ചു വർഷങ്ങൾക്കകം ഭാരതം വികസിത രാജ്യമാകുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. How വികസിത് ഭാരത് can be attained? All the train facilities, all the road facilities, all other traffic facilities, all the social facilities, all are to be improved. Then only we can have Vikasit Bharat. Vikasit Bharat is an all-round progress of the country. റെയിൽവേ വികസനത്തിന് റെക്കോർഡ് ബഡ്ജറ്റാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. റെയിൽപാത വളവ് നികത്തൽ, 4 വരിപ്പാതകൾ നിർമ്മിക്കൽ എന്നിവയ്ക്ക് സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികളെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 11 മണിക്ക് ബാംഗ്ലൂർ സിറ്റിയിലെത്തുന്നതാണ് പുതിയ വന്ദേ ഭാരത്. ബാംഗ്ലൂരിൽ നിന്ന് പുലർച്ചെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തുമെത്തും. ആദ്യ യാത്രക്കിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ട്രെയിനിൽ RSS ഗണഗീതം ആലപിച്ചു. എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഗണഗീതം പാടിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. വിവാദമായതോടുകൂടി ഈ ദൃശ്യങ്ങൾ റെയിൽവേ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾ ഗണഗീതം പാടിയത് പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി.
വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം ആലപിച്ച് റെയിൽവേയുടെ നടപടി നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് പോലെ ഇന്ത്യൻ റെയിൽവേയെയും കേന്ദ്ര സർക്കാർ വർഗീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു ജിദ്ദയിലെത്തി. ജിദ്ദയിൽ നടക്കുന്ന ഹജ്ജ് കോൺഫറൻസിലും എക്സിബിഷനിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ സൗദി ഉഭയകക്ഷി ഹജ്ജ് കരാറിൽ ഒപ്പുവെക്കും. സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ, ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിലെ മുതിർന്ന പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ജിദ്ദ വിമാനത്താവളത്തിൽ മന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. 3 ദിവസത്തെ സന്ദർശനത്തിനായി UAE-യിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് അബുദാബിയിൽ ഊഷ്മള സ്വീകരണം. UAE മന്ത്രി ഷേഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ മുഖ്യമന്ത്രിയെ അബുദാബിയിൽ സ്വീകരിച്ചു. കൊട്ടാരത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് ഷേഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ് തിലക്, UAE-യിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അബുദാബിയിലേക്ക് തിരിച്ചത്. പ്രമുഖ വ്യവസായി MA യൂസഫ് അലിയുടെ പ്രത്യേക വിമാനത്തിലാണ് അബുദാബിയിൽ എത്തിയത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം കുവൈറ്റിൽ എത്തിയിരുന്നു. ഇന്ത്യൻ എംബസി ചാർജ് ഡി അഫയേഴ്സ് സഞ്ജയ് മുക്ല, കുവൈത്ത് 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ്, കുവൈറ്റ് ധനകാര്യമന്ത്രിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സബീഹ് അൽ മുഖേസിം, കുവൈത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗം ഷെയ്ഖ് മിഷാൽ അൽ ജാബർ അൽ സബ എന്നിവരുമായും മലയാളി പൗരപ്രമുഖരായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഡാറ്റാ സെൻറ്റർ, ഫിഷറീസ് മേഖലകൾ ഉൾപ്പെടെ കുവൈറ്റിൽ നിന്ന് കേരളത്തിൻ്റെ വികസനത്തിന് സഹായിക്കുന്ന നിരവധി പദ്ധതികൾ ആരംഭിക്കാൻ വാഗ്ദാനം ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇവ വെറും വാഗ്ദാനമായി ഒതുങ്ങുന്നവ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാതാ വികസനം, ജയിൽ പദ്ധതി, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം മുതലായ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം അഭൂതപൂർവമായ വികസനമാണ് കാഴ്ചവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാംസ്കാരിക സംഘടനയായ കലാ കുവൈത്ത് ഒരുക്കിയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി അബുദാബിയിലേക്ക് മടങ്ങിയത്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സൗദിയിൽ പെട്രോൾ ബങ്കുകളിൽ എഞ്ചിൻ ഓഫാക്കാത്തവർക്കും ശരിയായ ട്രാക്ക് പാലിക്കാത്തവർക്കും ഇന്ധനം നൽകുന്നത് ഊർജ്ജ മന്ത്രാലയം വിലക്കി. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് വാഹന എഞ്ചിനുകൾ ഓഫ് ചെയ്യാത്ത ഉപഭോക്താക്കൾക്ക് ഇന്ധനം നൽകരുതെന്നും പെട്രോൾ ബങ്കുകളുടെയും സർവീസ് സെന്ററുകളുടെയും മാനേജ്മെന്റുകൾക്കും പെട്രോൾ ബങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നതിന്റെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെയും കരാറുകൾ ഏറ്റെടുത്ത കമ്പനികൾക്കും അയച്ച സർക്കുലറിൽ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയിൽ ഇന്ധനങ്ങളുടെ അളവിൽ കുറവ് വരുത്തിയതിന് ബുറൈദയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിന് അൽ ഖസീം അപ്പീൽ കോടതി 30,000 റിയാൽ പിഴ ചുമത്തി. ഇന്ധനത്തിന്റെ അളവിൽ കുറവ് വരുത്തിയും നിയമവിരുദ്ധ അളക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സൗദി പൗരൻ അഹമ്മദ് നാസിർ അഫലിന്റെ ഉടമസ്ഥതയിലുള്ള ഓയിൽ ക്യാഷ് ട്രേഡിംഗ് കമ്പനിക്ക് കീഴിലെ പെട്രോൾ പമ്പിനാണ് പിഴ ചുമത്തിയത്. സൗദിയിൽ ഡ്രോൺ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്താൻ ശ്രമം. അയൽ രാജ്യത്ത് നിന്ന് അതിർത്തി വഴി ഡ്രോൺ ഉപയോഗിച്ച് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് തബൂക്ക് പ്രവിശ്യയിൽപ്പെട്ട അൽ ബദ സെക്ടർ അതിർത്തിയിൽ വെച്ച് സുരക്ഷാസേന പിടികൂടി. 138,475 ലഹരി ഗുളികകളാണ് ഡ്രോൺ ഉപയോഗിച്ച് കടത്താൻ ശ്രമിച്ചത്. ഡ്രോൺ സൈന്യം കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ജിദ്ദ കേരള പൗരാവലി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചറഫിയ അബീർ ഓഡിറ്റോറിയത്തിൽ ജലീൽ കണ്ണമംഗലം മോഡറേറ്ററായി നടന്ന പരിപാടിയിൽ MA സജിദ്, പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി എന്നിവർ ക്ലാസ് എടുത്തു. SIR സംബന്ധിച്ച് അനാവശ്യമായ ആശങ്ക വച്ചു പുലർത്തേണ്ടതില്ലെന്നും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് എന്ന് യോഗത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. സൗദിയിലെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകണമെന്ന് ജിദ്ദ കേരള പൗരാവലി പ്രമേയം പാസാക്കി. ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖരനാണ് പ്രമേയം അവതരിപ്പിച്ചത്. 27 ലക്ഷം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 85,000-ത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു.
ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രതിനിധികൾ ചർച്ചാ സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടമുണ്ടായതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. 284 യാത്രക്കാരുമായി ഫിലിപ്പൈൻസിലേക്ക് പോകാനൊരുങ്ങിയ കുവൈറ്റ് എയർവേസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം ടേക്ക് ഓഫിനായി ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് അതോറിറ്റിയുടെ വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി അറിയിച്ചു. അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. വിധിയോട് പടപൊരുതുകയാണ് ആലപ്പുഴ ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി ലക്ഷ്മി രാജേഷ്. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുന്നത് ലക്ഷ്മിയെയും കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ്. പണം ഇല്ലാത്തതുകൊണ്ട് ചികിത്സയും മുടങ്ങിയ സാഹചര്യമാണ്. ഇതാണ് ലക്ഷ്മി. വിധി കരൾ രോഗത്തിന്റെ രൂപത്തിൽ വില്ലനായി എത്തിയപ്പോൾ ചികിത്സയ്ക്ക് പണമില്ലാതെ ജീവിതം വഴിമുട്ടിയ ഒരു സാധാരണ കുടുംബത്തിലെ വീട്ടമ്മ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ ചികിത്സാ ചെലവിന് ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നത് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ കുടുംബത്തെ. 1 വർഷം മുൻപ് കഠിനമായ വയറുവേദനയും ഛർദിയെയും തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് തനിക്ക് കരൾ രോഗം പിടിപെട്ടെന്ന സത്യം ലക്ഷ്മി തിരിച്ചറിയുന്നത്. ലിവറിന് ട്യൂമറാണ്. പല വലുപ്പത്തിലുള്ള പല ട്യൂമേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഇത് ഇനി ഒത്തിരി നാൾ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു ക്യാൻസർ ടൈപ്പ് ട്യൂമറും പിന്നെ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, വലിപ്പക്കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പം ഫർദർ ട്രീറ്റ്മെൻറ്റിന് പോയേക്കുന്നത് അമൃതയിലാണ്. അമൃതയിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. എൻ്റെ അമ്മയാണ് എനിക്ക് കരൾ തരുന്നത്. പക്ഷേ ഇതിന് ഏകദേശം ഒരു 52 ലക്ഷം രൂപയോളം ചെലവ് വരും. വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയെങ്കിലും അവിടെ ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സ തേടി. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി വേണ്ടിവരുന്നതാകട്ടെ 26 ലക്ഷത്തോളം രൂപയാണ്. ഈ തുക ലക്ഷ്മിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് അപ്രാപ്യമാണ്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജേഷും പക്ഷാഘാതം വന്ന രാജേഷിന്റെ മാതാവ് ഓമനയും 7ഉം 2ഉം വയസ്സുള്ള ലക്ഷ്യ, ഋതിക എന്നീ 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് ലക്ഷ്മിയുടെ കുടുംബം. 1 വർഷക്കാലമായി ഞങ്ങൾ ചികിത്സയിലാണ്. ഒരു കൂലിപ്പണിക്കാരനാണ്. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവാണ് വരുന്നത്. സന്മനസ്സുകളുടെ സഹായം തേടുന്നു. കരൾ ദാതാവിനെ സമീപിച്ച സാഹചര്യത്തിൽ ഇതിനും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നറിഞ്ഞ് ലക്ഷ്മിയുടെ മാതാവ് കെ പുഷ്പകുമാരി തന്റെ കരൾ മകൾക്ക് പകുത്തു നൽകാൻ തയ്യാറെടുക്കുകയാണിപ്പോൾ. രാജേഷ് തന്റെ സഹോദരിയുടെ വിവാഹാവശ്യങ്ങൾക്കായി അടുത്തുള്ള ജില്ലാ സഹകരണ ബാങ്ക് ശാഖയിൽ നിന്നും വീട് പണയപ്പെടുത്തിയെടുത്ത തുകയ്ക്ക് പുറമെ അമ്മയുടെ ചികിത്സയ്ക്കായുള്ള തുകയും മറ്റും എങ്ങനെ കണ്ടെത്തുമെന്ന ഭീതിയിലുമാണ്. ഡിസംബർ 16-നാണ് ലക്ഷ്മിയുടെ ശസ്ത്രക്രിയയ്ക്കായി ഡോക്ടർമാർ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കെഗേലി സമാധാന പുരസ്കാരം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക്. ഫ്രാൻസിലെ ഷാർത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ അമ്മയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഫ്രാൻസിലെ ഷാർട്രയിലെത്തിയ അമ്മയ്ക്ക് സ്നേഹനിർഭരമായ വരവേൽപ്പാണ് ഭക്തർ ഒരുക്കിയത്. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള പുരസ്കാരമായ കെഗേലി സമാധാന പുരസ്കാരം അമ്മയ്ക്ക് സമ്മാനിച്ചു. ആഫ്രിക്കൻ സാംസ്കാരിക പ്രൊമോട്ടർമാരുടെയും സംരംഭകരുടെയും ശൃംഖലയുടെ സ്ഥാപകനും യുനെസ്കോ അംഗീകാരം ലഭിച്ച വേൾഡ് ഡേ ഫോർ ആഫ്രിക്കൻ കൾച്ചറിന്റെ ഉപജ്ഞാതാവുമായ ജോൺ ഐറ്റ് ഡോസഫിയാണ് ഷാർട്രയിൽ നടന്ന ചടങ്ങിൽ അമ്മയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ലോകത്തെ മുഴുവൻ ആശ്ലേഷിക്കുന്ന അമ്മയെ പുരസ്കാരം നൽകി ആദരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ജോൺ ഐറ്റ് ഡോസവി പറഞ്ഞു. അമ്മയുടെ പ്രവർത്തനങ്ങൾക്ക് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പാലം ശക്തിപ്പെടുത്തിയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജീവ് സിംഗ്ല പറഞ്ഞു. La présence d'Amma ici
enfance nous rappelle que l'amour transcende toutes les frontières, celle de la langue, de la religion ou de la nationalité. Son message résonne profondément avec les valeurs qui unissent l'Inde et la France. Le respect de l'humanité, l'harmonie avec la nature et le service envers autrui. L'œuvre d'Amma élève non seulement les individus, mais elle renforce également le pont d'amitié et de compréhension entre nos deux nations. ഫ്രാൻസിന്റെ മുൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മന്ത്രിയും പാരീസ് സക്ലായ് യൂണിവേഴ്സിറ്റിയുടെ മുൻ പ്രസിഡന്റുമായ സിൽവി റിറ്റൈലോ, ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ഈനം ഗംഭീർ, ഫ്രാൻസിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ യുവജനക്ഷേമ സ്ഥാപനങ്ങളിലൊന്നായ അപ്രന്റീസ് ഡി ഓട്ടോയിലിന് കീഴിലുള്ള ലേ സോട്ട് ഡു ലൂപ്പിന്റെ ഡയറക്ടർ ആന്റണി കൊറ്ററോ എന്നീ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ലെ സെയിൻസ് ഡു പ്ലസിസ് എന്ന പുതിയ വയോജന പരിചരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അമ്മ നിർവഹിച്ചു. അയൂത്ത് യൂറോപ്പ്, അപ്രന്റീസ് ഡി ഓട്ടോയിൽ, അമ്മ ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ ഇറാസ്മസ് പ്രോഗ്രാം എന്നീ യുവജന സംഘടനകൾ ചേർന്ന് വിവിധ സഹകരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വേദിയായി ചടങ്ങ് മാറി. അമ്മയുടെ ഫ്രഞ്ച് ആശ്രമങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന മുതിർന്ന ശിഷ്യരിൽ ഒരാളായ സ്വാമിനി അമൃതജ്യോതി പ്രാണ എഴുതിയ ഹാപ്പിനെസ് ഈസ് എ ഡിസിഷൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു. തന്റെ ഭക്തർക്ക് നന്ദി പറഞ്ഞ അമ്മ ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേരളത്തിലെ ആദ്യ സന്യാസിനിയും TOCD സന്യാസിനി സഭാ സ്ഥാപകയുമായ മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. എറണാകുളം വല്ലാർപാടം ബസിലിക്കയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങുകൾക്ക് മലേഷ്യയിലെ പെനാങ് രൂപതയുടെ മെത്രാനായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരിച്ച് 112 വർഷങ്ങൾക്ക് ശേഷമാണ് മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പര ഇന്ത്യയ്ക്ക് 5ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 4.5 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 52 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് മഴ മൂലം മത്സരം നിർത്തിവച്ചത്. 16 പന്തിൽ 29 റൺസുമായി ശുഭ്മാൻ ഗില്ലും 13 പന്തിൽ 23 റൺസുമായി അഭിഷേക് ശർമ്മയുമായിരുന്നു ക്രീസിൽ. പിന്നീട് കനത്ത മഴ തുടർന്നതിനാൽ മത്സരം ആരംഭിക്കാൻ സാധിച്ചില്ല. ഇതോടെ മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.